റോസ് എങ്ങനെയുണ്ട്? പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ആസ് എ ഡയറക്റ്റ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ്. CGI നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലമാണല്ലോ. പിന്നെ അനിമേറ്റഡ് ക്യാരക്ടേഴ്സ്, അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പക്ഷേ ലാലേട്ടൻ്റെ കയ്യിൽ നമ്മൾ കുറേ കൂടി എക്സ്പെക്റ്റ് ചെയ്തു. ഇതിനകത്തൊരു ഇസബല്ല എന്ന് പറയുന്ന ചെറിയൊരു കുട്ടിയും ലാലേട്ടനുമാണ്. അപ്പോൾ ആ കുട്ടി എനിക്ക് തോന്നുന്നു പുതിയ കുട്ടി ആയതുകൊണ്ടാവാം, ബിക്കോസ് ആക്ടിങ്ങിൽ ഒരുപാട് കാര്യങ്ങളിൽ കുറേ കുഴപ്പങ്ങളുണ്ട്. മീൻസ് പടം മൊത്തത്തിൽ ടോട്ടാലിറ്റി 100 കോടിയുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്രയും ഒരു മേക്കിങ്ങിനെ നമ്മൾ തീരുമാനിക്കുന്നു. പക്ഷേ കുറേ പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ മീൻസ് അല്ലാതെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് തോന്നി. അത് മലയാളത്തിൽ നമ്മൾ കണ്ടതുകൊണ്ടായിരിക്കാം. ഡബ്ബിങ്ങിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശ്വേതാ മേനോൻ ക്യാരക്ടറിലില്ല. ഇപ്പോൾ മലയാളികൾ ആരും തന്നെ അധികം പേരില്ല. ആന്റണി പെരുമ്പാവൂർ ഒഴിച്ചാലും മലയാളികൾ അതിനകത്ത് തന്നെ പോകുന്നില്ല. അപ്പോൾ ശ്വേതാ മേനോൻ്റെ ഒരു സൗണ്ട് അതിനകത്ത്, അപ്പോൾ ആൻറ്റി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. അവർക്ക് വേറെ ഏതെങ്കിലും ഒരു ആളാണ് ഓഡിയോ കൊടുത്തിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരുന്നു. അതേപോലെ തന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു വശം എന്ന് പറയുന്നത് അതിനകത്ത് ദുർമന്ത്രവാദിനി ഉണ്ടല്ലോ, നമ്മളെ യോദ്ധയിലൊക്കെ ദുർമന്ത്രവാദിനി, അവരുടെ വോയിസാണ് അവരുടെ ആ ഒരു ആക്ടിങ്ങിനെ പവർഫുൾ ആക്കുന്നത്. അപ്പോൾ ഇതൊരു പവർഫുൾ ക്യാരക്ടറായിരുന്നു ആ ലേഡി ചെയ്തത്. പക്ഷെ അതിനെ മലയാളികൾ ഡബ് ചെയ്ത് അതിനെ കുഴപ്പത്തിലാക്കി എന്നുള്ളത്, ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആരായാലും ക്ഷമിക്കുക, പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നല്ലൊരു ക്യാരക്ടറായിരുന്നു, അതിനെ ഡബ് ചെയ്ത് കുളമാക്കി എന്നാണ് തോന്നുന്നത്. കാരണം ആ പവർഫുൾ സാധനം നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, ഓഡിയൻസിന് കിട്ടുന്നില്ല. പിന്നെ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ്, ആർട്ട്, കോസ്റ്റ്യൂം അതെല്ലാം അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ആസ് യൂഷ്വൽ അറിയാമല്ലോ, പിന്നെ ഒന്നും പറയാനില്ല, അദ്ദേഹം നന്നായിട്ട് ചെയ്തു. പക്ഷേ ഇത് നമ്മളൊരു ക്രിസ്മസ് ഫീസ്റ്റ് എന്ന് പറഞ്ഞ് കാണുമ്പോൾ ക്രിസ്മസിന് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ഒരു സിനിമ പ്രതീക്ഷിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, കാരണം അവർക്ക് അത് കണ്ടിരിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് എന്നെ സംതൃപ്തിപ്പെടുത്തിയില്ല എന്ന് പറയാൻ പറ്റും. കാരണം ലാലേട്ടൻ ആസ് എ ഡയറക്ടർ നമ്മൾ ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ മൂവി ഡയറക്ഷൻ സൈഡൊക്കെ നമുക്കെന്തായാലും അതിൻ്റെ നാലിലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഫിനാൻസ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് കുറേ കൂടി ബെറ്റർ ഒരു സിനിമ ചൂസ് ചെയ്യായിരുന്നു ഇതുപോലെ ഒരു ക്രിസ്മസ് അവസരത്തിലെന്ന് വിചാരിക്കുന്നു. അത് ഒരു വിഷമമായി തോന്നി എനിക്ക്. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ബാറോസിനുള്ള. പിന്നെ ഇതൊരു നോവലിൻ്റെ ഒരു ക്രിയേഷനാണല്ലോ, ജിജി പൊന്നൂസ് എന്ന് പറയുന്ന ഒരാളുടെ നോവലാണ്. അപ്പോൾ നോവലിലൊരു ക്യാരക്ടർ സിനിമയാവും, അത് അനിമേറ്റഡ് പിക്ചറായിട്ട് ഒരു ഫാൻറ്റസി വേൾഡ് ആണല്ലോ സിനിമ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. അത് അവരോട് ചോദിച്ചവർ അവർക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നു, കൺവേ ആവുന്നു എന്നുള്ളതും ഒരു വിഷയമാണ്. സെക്കൻഡ് ഹാഫിൽ നെഗറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, അതിലെനിക്ക് തോന്നുന്നത് പോർച്ചുഗീസോ അല്ലെങ്കിൽ ഫോക്കായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. അതിൽ സബ് ടൈറ്റിൽ വരുന്നത് ഇംഗ്ലീഷാണ്. ഇവിടെ നമ്മൾ കാണുന്നത് മലയാളികളാണ്. നമ്മളെ പോലുള്ളവർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റും. സാധാരണ ഓഡിയൻസിന് അത് വന്നിട്ട് അവർക്ക് ആ ഓഡിയൻസിന് അത് അവർക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ അവിടെ എന്താണ് സംസാരിച്ചതെന്നുള്ളത് കുട്ടികൾക്കോ വലിയവർക്കോ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് തോന്നി. ഇംഗ്ലീഷിൽ കാണിക്കുമ്പോഴും പോർച്ചുഗീസിൻ്റെ അടിയിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. പക്ഷേ അത് മലയാളത്തിലും കൂടെ സബ് ടൈറ്റിൽ പോയിരുന്നു കുറേ ഭാഗങ്ങൾ. വേറെ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ലെന്ന്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ എവിടെയോ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ വന്നു പോയി എന്നല്ലാതെ ലാലേട്ടനിൽ നിന്ന് ഒരുപാട് നല്ല സിനിമ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ ഇനി കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാനോ ലാലേട്ടൻ ഫാനാണ്, പക്ഷേ ലാലേട്ടൻ നിരാശപ്പെടുത്തി. മോഹൻലാൽ ആസ് എ ഡയറക്ടർ വെച്ചാൽ ഇപ്പം ചിലവർക്കൊന്നും ഈ പടം പോകില്ല. നല്ല പടം ഈ ഓഡിയൻസിന് പറ്റൂല. സ്കൂളിൽ പടം വെച്ചാൽ കിട്ടില്ല പടം, ഒന്നും പറയാം. നൈസ് എന്ന് പറഞ്ഞാൽ നൈസ്, ഹോളിവുഡിലെ ഒരു സാധനമാണ്. നല്ല പടം. എനിക്കറിയത്തില്ല, നല്ല പടം, നല്ല പടം, നല്ല പടമാണ് കേട്ടോ. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ മോഹൻലാൽ നിലനിർത്തി ഓരോ ഫ്രെയിംസും എല്ലാം എന്തുകൊണ്ടും നല്ലൊരു ഈ പടമായിരുന്നു. പിന്നെ ഈ പടം ഇവിടുത്തെ ഓഡിയൻസിന് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ സിനിമ ഇപ്പം ഇംഗ്ലീഷ് ഡബ് ചെയ്ത് ഇറക്കിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഓഡിയൻസിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു നല്ല സിനിമയായിരുന്നു. നല്ല VFX, നല്ല 3D നല്ല രസമുണ്ടായിരുന്നു. നല്ല സിനിമ, 3D ഒക്കെ നല്ല ടെക്നിക്കലി നല്ല ടോപ്പ് നോച്ച് കിട്ടാത്തത് നല്ല ഡയറക്ഷനാണ്. കഥയും എൻഗേജിങ്. ചേട്ടാ എങ്ങനെയുണ്ട് പടം? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കുഞ്ഞു ഹൃദയമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുഞ്ഞു സിനിമ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ബ്രോ എങ്ങനെയുണ്ട് ബ്രോസ്? എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ? ഞാൻ രണ്ട് സിനിമയാണ്. മാർക്കിനെ കുറിച്ച് വന്നാൽ മാർക്ക് വേണ്ട, അതിലൊന്നും പറയില്ല. ഇത് കൊള്ളാം. ഇത് കുറച്ചുകൂടെ ഈ കൊച്ചു പിള്ളേരുണ്ട്, ഒരു പിള്ളേർക്കാണ് കുറച്ച് ഇഷ്ടപ്പെട്ടത്. ലാലേട്ടൻ്റെ സംവിധാനം എങ്ങനെയുണ്ട്? അതുപോലെ എഡിറ്റിങ്, ഗ്രാഫിക്സ് ഒക്കെ എങ്ങനെയുണ്ട് ചേച്ചി? എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ? ആ, എല്ലാവരും ഓക്കെ. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? മോനെ എങ്ങനെയുണ്ട് പടം? ആ, എങ്ങനെയാ, ഇഷ്ടപ്പെട്ടോ? ഓക്കെ.
മോനെ എങ്ങനെയുണ്ട് പടം? 3D ഒക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബറോസ്? എങ്ങനെയുണ്ട് പടം? പടം മോളെ എങ്ങനെയുണ്ട് പടം? നല്ല സിനിമ, കുട്ടികളും ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന നല്ല ഫാൻറ്റസി മൂവിയാണ്. ഫാൻറ്റസി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. നമ്മുടെ ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ കാണുന്ന ഒരു അനുഭൂതി ഉണ്ട്. നല്ല നല്ല പെർഫോമൻസാണ്. സംവിധാനം പുതിയൊരു അനുഭവമാണ്. ആ ഒരു മൈൻഡ് സെറ്റ് കാണണം. ഫാൻറ്റസി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാം. കുറച്ചുകൂടി ഡ്യൂറേഷൻ കുറച്ചേ നന്നായിരുന്നു. പുതിയ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പടമാണ്. VFX ആണെങ്കിലും ശരി, ഈ ടെക്നോളജി ആണെങ്കിലും ശരി, നന്നായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റിംഗ് ആക്ച്വലി നല്ലൊരു സ്റ്റോറി ലൈനും ഉണ്ട്. സ്ക്രിപ്റ്റിംഗ് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അത് ഒരു ജോണർ ഏതാണെന്ന് മനസ്സിലാക്കി സിനിമ കാണുന്നവർക്കായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക. കൊമേഴ്ഷ്യൽ മാസ് ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിച്ച് വരരുത്. കുട്ടികളുടെ ഒരു സിനിമ കാണാനുള്ള മൈൻഡ് സെറ്റ് മൈഡിയർ കുട്ടിച്ചാത്തനെ കാണാൻ പോകുന്ന ഒരു ഫീൽഡിൽ വരിക. അങ്ങനെയാണെങ്കിൽ ആസ്വദിക്കാൻ പറ്റും. കുഴപ്പമില്ല. ലൈക്ക് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ലൈക്ക് വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്. ലേഡിയുടെ മ്യൂസിക് നല്ലതാണ്. പക്ഷേ ലൈക്ക് റൈറ്റിംഗ് ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് തോന്നി. ലൈക്ക് ഓവറോൾ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ഓക്കെ. 3D എഫക്ട്സും മറ്റേ വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. എക്സൈറ്റ് ചെയ്യുന്ന എലമെൻസ് ഒന്നും ഇല്ല. മോനെ എങ്ങനെയുണ്ട് പടം? ആവറേജ്. 3D എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്നു. ആവറേജ്. മോളെ എങ്ങനെയുണ്ട് പടം? ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ട് മോളെ പടം? സിനിമ എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ്റെ സംവിധാനമൊക്കെ എങ്ങനെയുണ്ട്? ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ കുറേ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് പഴയ ഒരു രീതിയിലാണ്. പക്ഷേ ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് അഭിനയം ഇഷ്ടപ്പെട്ടു തീർച്ചയായും. പക്ഷേ ഒരു കംപ്ലീറ്റ്ലി ഫെയിലർ ആണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. എൻജോയ് ചെയ്യാൻ പറ്റി. കണ്ട് വളരെയധികം ഒട്ടും ബോർഡായിട്ടൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫിൽ ചെറിയ കുറച്ച് ലാഗുള്ള പോലെ തോന്നി. പക്ഷേ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും കുട്ടികൾക്ക് വേണ്ടിയുള്ള പടം തന്നെ. കുട്ടികൾ ഫാമിലിക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. മ്യൂസിക് നന്നായിട്ടാണ്.